അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1244. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അന്ന അബൂ ബർസത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ബർസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ലാ അദിരി, നിശ്ചയമായും എനിക്കറിയില്ല, ലഅസാ അൻ തംദിയ വ അബ്ഖാ ബഅദ ദാലിക, നബിയെ, തങ്ങൾക്ക് ശേഷം ഞാനൊരു പക്ഷേ ശേഷിച്ചേക്കാം. ആദ്യം തങ്ങൾ വഫാത്തായി, അതിനുശേഷം ഞാൻ ജീവിച്ചേക്കാം. ഫസബ്ബിദ്നി ശൈഅൻ യൻഫഉനില്ലാഹു ബിഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങൾ അവിടുന്ന് നിൽക്കുന്നു, അറിയിച്ചു തരൂ, പറഞ്ഞു തരൂ നബിയെ, അവിടുന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഫ്അൽ ഖദാ ഇഫ്അൽ ഖദാ, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു പല കാര്യങ്ങളും നിർദ്ദേശിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നസിയഹു, ഹദീസ് റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന ആൾ റളിയല്ലാഹു അൻഹു എന്താണ് ആ വിഷയം എന്നുള്ളത് പൂർണ്ണമായുള്ള മറന്നുപോയി. എന്നാൽ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അമിറൽ അദാ അനി ത്വരീഖ്, നീ വഴിയിലെ തടസ്സം നീ ഒഴിവാക്കണം. വഴിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വഴിയിലെ തടസ്സങ്ങൾ നീക്കുക. അത് ഈമാനിൻ്റെ ഭാഗമാണ്. നാം ഒരു വഴിയിലൂടെ പോകുമ്പോൾ നടക്കാൻ തടസ്സമായ കല്ലോ മുള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് പോകരുത്. ആ കല്ല് തടസ്സം അവിടുന്ന് നീക്കണം, അല്ലെങ്കിൽ ആ മുള്ള അവിടുന്ന് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും വാഹനങ്ങൾക്കോ മറ്റോ പോകാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം നീക്കുക എന്നുള്ളത് അത് വളരെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്രദമായ കാര്യമാണ്. ഈമാനുള്ളവൻ്റെ അടയാളമാണ് വഴിയിലെ തടസ്സം നീക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ നന്മ ഒരിക്കലും ജീവിതത്തിൽ കൈവിടരുത്. ഇത് നമ്മൾ ജീവിതത്തിലൊരു ഭാഗമാക്കി മാറ്റണം. സാന്ത്വന പ്രവർത്തനം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് തടസ്സമില്ലെങ്കിലും മറ്റുള്ളവരുടെ തടസ്സം കൂടെ നീക്കാൻ നാം ശ്രമിക്കണമെന്നാണ് ഈ ഹദീസിലൂടെ നൽകുന്ന പാഠം. അല്ലാഹു തആല ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.